ഹായ്. ലക്ഷറി ടാക്സ്, ആഡംബര നികുതി കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സംഖ്യയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പേരായിരുന്നു അല്ലേ? കുറച്ചുനാൾ മുമ്പാണ് നമ്മുടെ ഗവൺമെന്റ് ലക്ഷറി ടാക്സ് എന്നുള്ള പേര് മാറ്റി അഡീഷണൽ ടാക്സ് അഥവാ അധിക നികുതി എന്നാക്കാൻ തീരുമാനമെടുത്തത്. അപ്പൊ നമുക്ക് ഇനി മുതൽ അതിനെ അഡീഷണൽ ടാക്സ് എന്ന് തന്നെ വിളിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഡീഷണൽ ടാക്സിനെ കുറിച്ചിട്ടാണ്. നിങ്ങളിൽ പലർക്കും അറിയാം, 3000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ പ്രിന്റ് ഏരിയ വരുന്ന വീടുകൾക്കാണ് അഡീഷണൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. ഇതിനെ പ്രധാനമായിട്ട് 4 സ്ലാബുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 3000 സ്ക്വയർ ഫീറ്റ് മുതൽ 5000 സ്ക്വയർ ഫീറ്റ് വരെ 5000 രൂപ, 5001 സ്ക്വയർ ഫീറ്റ് മുതൽ 7500 സ്ക്വയർ ഫീറ്റ് വരെ 7500 രൂപ, 7501 മുതൽ 10000 സ്ക്വയർ ഫീറ്റ് വരെ 10000 രൂപ, 10000ത്തിന് മുകളിൽ വന്നാൽ 12500 രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ കിടക്കുന്നത്. ഇത് അടയ്ക്കേണ്ട തീയതി എന്ന് പറയുന്നത് എല്ലാ വർഷവും മാർച്ച് 31 മുമ്പായിട്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ഇനി നമ്മളിത് വിട്ടുപോയാൽ പ്രതിവർഷം 6% നമ്മൾ പലിശയായിട്ട് അടയ്ക്കേണ്ടി വരിക. ഇനി മറ്റൊരു കാര്യം, പലപ്പോഴും ലക്ഷറി ടാക്സ് അടയ്ക്കേണ്ടി വരുമല്ലോ, കൂടുതൽ ആവേണ്ടി വരുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ വീടിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ സൗകര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യേണ്ടി വരും എന്നോർത്ത് കൺഫ്യൂസ്ഡ് ആവാറുണ്ടല്ലേ? സത്യത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി അറിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് സാക്രിഫൈസിന്റെ ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ വീടിനോട് ചേർന്ന് ഒരു കാർ പോർച്ച് ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ ഈ പറയുന്ന ടാക്സ് കാൽക്കുലേഷന്റെ ഏരിയയിൽ വരുന്നില്ല. കാരണം പ്രധാനമായിട്ടും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്ലോർ ഏരിയയിലാണ്, ബിൽഡപ്പ് ഏരിയയിലല്ല. അപ്പോൾ നമ്മുടെ വീടിനകത്ത് ഇപ്പോൾ നമ്മൾ ഭംഗിക്ക് വേണ്ടി ഒരു ഓപ്പൺ കോർട്ട്യാർഡ് അല്ലെങ്കിൽ ഒരു സ്കൈ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും ഈ ഒരു ടാക്സിന്റെ പരിധിയിൽ വരുന്നില്ല. അതുപോലെ സിറ്റ് ഔട്ടുകൾ, പിന്നെ ബാൽക്കണി, അതുപോലുള്ള സ്പേസുകളൊക്കെ 50% മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ വീടിനകത്ത് നമ്മൾ പലപ്പോഴും ചില ഡബിൾ ഹൈറ്റിൽ ചില സ്പേസ് ഒക്കെ കൊടുക്കും അല്ലേ? ആ ഒരു സ്പേസ്, പിന്നെ ഇലക്ട്രിക്കൽ റൂം, AC പവർ റൂം, ഇതുപോലുള്ള സ്പേസുകളും ആ ഏരിയകളും ഈ ടാക്സ് കാൽക്കുലേഷന്റെ പരിധിയിൽ വരുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഡിസൈനിൽ അത്ര സാക്രിഫൈസ് വേണ്ടാന്ന് അറിയാവുന്നതേ ഉള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പേര് ചേഞ്ച് ചെയ്യാനുള്ള തീരുമാനം വന്നതിൻ്റെ കൂടെ വന്ന മറ്റൊരു തീരുമാനമാണ്, നമ്മളിപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ടാക്സ് കാൽക്കുലേഷൻ നടക്കുന്നത്. മുൻപത്തെ പോലെ റവന്യൂ അധികൃതരോ വില്ലേജ് അധികൃതരോ ഒക്കെ വന്നിട്ട് അളന്ന് തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല. പിന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലപ്പോഴും ഈ ടാക്സ് എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ നമ്മുടെ ഫ്ലോർ ഏരിയ കാൽക്കുലേഷനിൽ ചില ചെറിയ വീഴ്ചകളൊക്കെ കാണിക്കാറുണ്ടല്ലേ, അല്ലെങ്കിൽ കുറച്ച് കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലേ? പക്ഷെ ഇതെങ്ങാനും പിടിക്കപ്പെട്ടാൽ നമ്മൾ നമ്മുടെ ടാക്സ് എമൗണ്ടിന്റെ 50% വരെ ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ സത്യസന്ധമായ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക, കൃത്യമായി ടാക്സ് അടയ്ക്കുക.